ഭൂപതിവ് ചട്ടം ഒക്കെ പാസാക്കിയ പിണറായി സർക്കാരിനെ കുറിച്ച് ഇടുക്കിക്കാർക്ക് പറയാനുള്ളത് എന്താണ്? കേരളത്തിലെ പിണറായി സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 6. അതിന്റെ ഉത്തരത്തിലേക്ക് പോകാം. മികച്ചതാണോ? വളരെ മികച്ചത് എന്ന 4.2%, മികച്ചത് എന്ന 17.9%, 22.1% പേർക്ക് പിണറായി സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായമുള്ളൂ. അതേസമയം മോശമാണ് എന്ന അഭിപ്രായത്തിലാണ് മുൻതൂക്കം. മോശമെന്ന് പറയുന്നവർ 26.9%, വളരെ മോശമെന്ന് പറയുന്നവർ 16.6%. അതായത് 43.5% പേർ പിണറായി സർക്കാർ പോരാ എന്ന അഭിപ്രായമുള്ളവരാണ്. കേവലം 22.1% ആളുകൾ മാത്രമാണ് പിണറായി സർക്കാരിന് അനുകൂലമായി ചിന്തിക്കുന്നത്. അത് ഒരു ഇൻഡിക്കേറ്ററാണ്, അത് ഒരു ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വലിയ ഡിഫറൻസുമാണ്, ഏതാണ്ട് 20%-നടുത്തുള്ള അഭിപ്രായ വ്യത്യാസം. ആ വ്യത്യാസം അവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അത് ഡീൻ കുര്യാക്കോസിന് നിശ്ചയമായും അനുകൂലമായി. അവിടെ ഒരു ശരാശരി ഉണ്ട് 30.8. യെസ്, ആ ശരാശരി എങ്ങോട്ട്? അതൊരു സ്വിംഗ് ആണല്ലോ, എങ്ങോട്ട് വേണമെങ്കിലും ചായ. അപ്പോൾ ഡീൻ കുര്യാക്കോസിന് ആദ്യമായി ഒരു പോസിറ്റീവ് സ്ട്രോക്ക് തന്നിരിക്കുകയാണ് ഈ സർവേ. അത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വ്യക്തത വേണമല്ലോ. രണ്ടാം പിണറായി സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു നോക്കണ്ടേ? തീർച്ചയായും. ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്, അതായത് അതിന്റെ ഒരു ചേർന്ന് നിൽക്കുന്ന ചോദ്യത്തിലേക്കാണ് വരുന്നത്. പിണറായി സർക്കാർ എങ്ങനെയുണ്ട്, അതായത് ഇപ്പോഴുള്ള രണ്ടാം പിണറായി സർക്കാർ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ ചോദിച്ചു. അടുത്ത ചോദ്യമായി നമ്മൾ പോകാൻ പോകുന്നത്, ഒന്നാം പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടനത്തെ ഇടുക്കിക്കാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നന്നായോ അതോ മോശമായോ? മോശമായി എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് കൂടുതൽ, 73.2%. ചെറിയ ഇൻഡിക്കേറ്റർ അല്ല. നോക്കൂ, 73.2% ആളുകൾ ഈ സംസ്ഥാന സർക്കാർ ഒരു പരാജയമാണ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇടതുപക്ഷത്തിനൊരു വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുമോ എന്ന് മാത്രവുമല്ല, സർക്കാരിൻ്റെ പ്രവർത്തനം മോശമാണ് എന്ന് പറയുന്നവർ 43%-ന് മുകളിലുമാണ്. അപ്പോൾ ആ രണ്ട് ഘടകങ്ങളുമാണ് ഇപ്പോൾ ഡീൻ കുര്യാക്കോസിന് അനുകൂലമായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഡീൻ കുര്യാക്കോസ് ഒരു MP എന്ന നിലയ്ക്ക് അവിടെ കാഴ്ചവെച്ച പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരം നിൽക്കുന്നു എന്നുള്ളതാണ് UDF അവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് എന്നാണ്. പക്ഷേ UDF-നെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് കൂടി നമുക്ക് അറിയണമല്ലോ. തീർച്ചയായും. കേരളത്തിലെ പ്രതിപക്ഷം എങ്ങനെയാണ് പെർഫോം ചെയ്തത്? രണ്ടാം ഊഴം കൊള്ളില്ല എന്ന് പറയുന്ന ഇടുക്കിക്കാർ പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന മാർക്ക് എത്രയാണെന്ന് അറിയാൻ പ്രേക്ഷകർക്ക് കൗതുകമുണ്ടാകും. കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം ക്രിയാത്മകമായോ? എന്താണ് ഇടുക്കിക്കാർക്ക് പറയാനുള്ളത്? ഇടുക്കിയുടെ അഭിപ്രായം, റിസൾട്ട് നോക്കാം. നോക്കൂ, പ്രതിപക്ഷം മോശമെന്ന് അഭിപ്രായപ്പെടുന്നവർ 34.5, വളരെ മോശമെന്ന അഭിപ്രായമുള്ളവർ 14.7, ആകെ 49.2%. അതായത് 50% പേർക്കും പ്രതിപക്ഷത്തെക്കുറിച്ച് നല്ല അഭിപ്രായമില്ല. നല്ല അഭിപ്രായമുള്ളത് കേവലം 10%-ന് മാത്രമാണ്. 10.3. അതെ, 10.3, 10% വയ്ക്കാം. അപ്പൊ 50% ആളുകൾക്ക് പ്രതിപക്ഷത്തെക്കുറിച്ച് മോശപ്പെട്ട അഭിപ്രായം, 10% ആളുകൾക്ക് പ്രതിപക്ഷത്തെക്കുറിച്ച് നല്ല അഭിപ്രായം. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ടെന്ന് അറിയാവോ? ഈ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളല്ല ഒരു തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുക, സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണ് വിലയിരുത്തപ്പെടുക. അതുകൊണ്ട് പ്രതിപക്ഷം നന്നായോ ഇല്ലെന്ന് ചോദിച്ചാൽ ഇവർ കൊള്ളില്ല, ഇവർ പോരാ. എന്താ അത് ഇവർ പോരാന്ന് പറഞ്ഞ കാര്യം എന്താ? മറ്റിടത്ത് എതിർവികാരം നിൽക്കുകയാണ്, നിങ്ങൾ ആഞ്ഞടിക്കുന്നില്ല എന്നുള്ളതാണ് ആ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരം തന്നെയാണ് കൂടുതൽ വെയിറ്റേജ് ആയിട്ട് വരിക. പ്രതിപക്ഷം നന്നായില്ല എന്നുള്ള അഭിപ്രായത്തിന് അത്ര വലിയ വെയിറ്റേജ് പറയാമായിരുന്നു. അതെ. അപ്പോൾ അതിലേതാണ് വോട്ടർമാർ തെരഞ്ഞെടുക്കുന്നത് എന്നത് കൂടി നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. കാരണം പ്രതിപക്ഷം പല വിഷയങ്ങളും ഉയർത്തിക്കാട്ടാത്തത് അവിടുത്തെ വോട്ടർമാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഡീന് തിരിച്ചടിയാകുമോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബസ്സിൽ സഞ്ചരിച്ച് നടത്തിയ നവകേരള സദസ്സിനെ കുറിച്ച് ഇടുക്കി പറയുന്നത് എന്താണ്? ഇടുക്കിക്ക് അത് ഇഷ്ടമായോ? ഉത്തരത്തിലേക്ക് വരാം. നവകേരള സദസ് ഇടുക്കിക്ക് നവകേരള സദസ് അത്ര പിടിച്ചിട്ടില്ല. 75.5% പേർ ആവശ്യമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരാണ്. അപ്പൊ അത്ര പിടിച്ചിട്ടില്ലെന്നല്ല, തീരെ പിടിച്ചിട്ടില്ല. കാരണം വെച്ചാൽ 75.5%, 76% ആളുകൾ നവകേരള സദസ്സിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, നമ്മൾ ഈ പറയുന്ന 6 കോൺസ്റ്റിറ്റ്യുവൻസി, ഇപ്പൊ 7 കോൺസ്റ്റിറ്റ്യുവൻസി നമ്മൾ ഇന്നത്തെ അടക്കം 7 കോൺസ്റ്റിറ്റ്യുവൻസി കവർ ചെയ്തു. 7 കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഒരേ അഭിപ്രായം എല്ലാവരും ഒരുപോലെ രേഖപ്പെടുത്തിയത് നവകേരള സദസ്സിനെതിരായിട്ടാണ്. അത് എബവ് 70% ആണ്. അത് കേരളത്തിന്റെ ഒരു പൊതുവികാരമെന്ന് 20 കഴിയുമ്പോൾ ഒരു പക്ഷേ പറയേണ്ടി വരും. അതാ കാരണം നവകേരള സദസ്സിനെതിരായിട്ട് അതൊരു അനാവശ്യമായ പരിപാടിയായിരുന്നു എന്ന് വിലയിരുത്തുന്നവരാണ്. ഇപ്പം നമ്മൾ പ്രഖ്യാപിച്ച 7 എണ്ണത്തിനകത്ത് 5 എണ്ണം UDF-ന് അനുകൂലമായി ചിന്തിക്കുന്നു. 2 മണ്ഡലങ്ങൾ അല്ലെ, കാസർഗോഡും മാവേലിക്കരയും LDF-ന് അനുകൂലമായി ചിന്തിക്കുന്നു. പക്ഷേ ഈ 7 സ്ഥലങ്ങളിലും ഇപ്പോൾ ഇടുക്കിയിലും 8ാമത്തെ മണ്ഡലമായ ഇടുക്കിയിലും എല്ലാവരും ഒരുപോലെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സിനെതിരായിട്ടാണ്
എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ 75% ആളുകളാണ് ഇടുക്കിയിൽ ഈ സർക്കാരിൻ്റെ നവകേരള സദസ്സിനെതിരായിട്ട് പറയുന്നത്. 43% ആളുകൾ സർക്കാരിൻ്റെ പ്രവർത്തനം പോരാ എന്ന് പറയുന്നു. അതുപോലെ തന്നെ മോശമായി ഈ സർക്കാരിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് 73% ആളുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇടുക്കി മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസിന് അനുകൂലമായൊരു ട്രെൻഡ് രൂപപ്പെട്ടു വരുന്നു എന്ന് പറയാം. ആശ്വസിക്കാൻ വകയുണ്ട് ഡീൻ കുര്യാക്കോസിന്. അപ്പോൾ ഡീനിന്റെ മുഖത്തൊരു ചിരി വന്നു തുടങ്ങി.